ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കർണാടകയിലെ കോൺഗ്രസ് JDS സർക്കാരിനെ തകർക്കാനുള്ള BJPയുടെ ആറാമത്തെ ശ്രമം പരിപൂർണമായും വിജയിച്ചിരിക്കുന്നു. ഒടുവിൽ അവർ അടിയറവ് പറഞ്ഞു. BJPയുടെ കുതന്ത്രത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ് JDS സർക്കാരിന് സാധിച്ചില്ല. ശരിയാണ്. പക്ഷേ തോറ്റുപോയി എന്നുള്ള ഒരു വിലയിരുത്തൽ ഒരിക്കലും സാധ്യമായിട്ടുള്ള പ്രയോഗമല്ല. ചതിക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. സവർണ ഫാസിസത്തിനെതിരെ പോരാടാമെന്ന് പറഞ്ഞ് പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വോട്ട് നേടി വോട്ട് പെട്ടിയിലാക്കി അധികാരം കയ്യിൽ വന്നപ്പോൾ BJPയുടെ പണക്കെട്ടിന് മുന്നിൽ അടിയറവ് പറഞ്ഞു പോയ 15 MLA-മാർ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അവർ ചതിച്ചപ്പോൾ അടിയറവ് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ശരി. പക്ഷേ തോറ്റുപോകാൻ കോൺഗ്രസ് തയ്യാറല്ല. കോൺഗ്രസ് JDS സർക്കാർ തയ്യാറല്ല. ആ ടീം തയ്യാറല്ല. മറിച്ച് ചതിച്ചവർക്ക് പണി നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്പീക്കർ കട്ടക്കലിപ്പിലാണ്. പണി കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. 15 പേരും തിരിച്ചു വരണമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നുള്ളത്. എന്നാൽ അതൊരിക്കലും സാധ്യമല്ലാത്ത കാര്യമായതിനാൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നു പോകാനാണ് സ്പീക്കർ തീരുമാനിക്കുന്നുള്ളത്. ഒരു കോൺഗ്രസ്സുകാരനായിട്ടല്ല താൻ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത്, നടപടികളിലേക്ക് കടന്നു പോകുന്നതെന്ന് സ്പീക്കർ എടുത്തു പറയുന്നുണ്ട്. അവസാനം കോൺഗ്രസ് നേതാവായിട്ടുള്ള KC വേണുഗോപാലിനെ ബഫൂൺ എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായിട്ടുള്ള റോഷൻ ബെയ്ഗും രാജിവെച്ചതോടുകൂടി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി BJP യുഗത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് ശരി. പക്ഷേ 8 പേരുടെ രാജി സ്വീകരിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വന്ന് കാര്യം ബോധ്യപ്പെടുത്തണമെന്ന് സ്പീക്കർ വ്യക്തമാക്കി പറയുന്നുമുണ്ട്. പക്ഷേ രാജിവെച്ചവർക്ക് കൃത്യമായ നടപടികളാണ് സ്പീക്കർ മുന്നോട്ട് വെക്കുന്നുള്ളത്. കൂറുമാറ്റ നിയമത്തിലൂടെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങൾ അവർക്ക് നേരെയുണ്ടാകും. അത് മാത്രമല്ല, അവർ അയോഗ്യരാക്കപ്പെടും. ഇങ്ങനെയുള്ള കർക്കശമായിട്ടുള്ള നടപടികളാണ് ഇങ്ങനെ കോൺഗ്രസിനെയും JDSനെയും ചതിച്ച MLA-മാർക്കുള്ള നടപടിക്രമങ്ങൾ കടന്നു വരുന്നുള്ളത്. എന്തായാലും ചതിച്ചവർ ശിക്ഷിക്കപ്പെടാൻ ഒരുങ്ങുമ്പോൾ കോൺഗ്രസിന് JDSന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. 15 MLA-മാർ രാജിവെച്ചപ്പോൾ അതിൽ 11 പേരും കോൺഗ്രസ്സുകാരാണെന്ന കാര്യം മറന്നു പോകരുത്. സവർണ ഫാസിസത്തിനെതിരെ പോരാടാമെന്ന് പറഞ്ഞ് വോട്ട് നേടിയവർ എന്തുകൊണ്ട് വീണ്ടും BJP പാളയത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള വലിയ പഠനം പഠിക്കേണ്ടതുണ്ട്. എവിടെയാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് കോൺഗ്രസ് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. DK ശിവകുമാർ എന്ന രാഷ്ട്രീയ ചാണക്യൻ മാത്രം ഒറ്റയ്ക്ക് പോരാടുമ്പോൾ കോൺഗ്രസിന് കർണാടകയിൽ പിടിച്ചു നിൽക്കാനാവുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.